ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു ഫീഡിങ് ആപ്രൺ എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു ഐറ്റമാണ്. നമ്മൾ യാത്ര ചെയ്യണ സമയത്തും എന്തെങ്കിലും ബഹളങ്ങൾക്കിടയിലൊക്കെ കുഞ്ഞുവാവക്ക് ഫീഡ് ചെയ്യേണ്ട ആവശ്യം വരുമ്പോൾ ഇങ്ങനൊരു സാധനം നമ്മളെ കയ്യിലുണ്ടെങ്കിൽ കൊണ്ടുപോകാനും സുഖമാണ്, യൂസ് ചെയ്യുമ്പോഴും നല്ല സൗകര്യമായിരിക്കും. അംബ്രല കട്ടിലാണ് ഇത് ചെയ്യുന്നത്. വളരെ ഈസിയാണ്. ഇത് ഭംഗിക്ക് വേണ്ടിയിട്ട് ലേസും കാര്യങ്ങളൊക്കെ അറ്റാച്ച് ചെയ്തതെന്ന് മാത്രം. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇത് സൈഡിലേക്കാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് ഫ്രണ്ട് കവറായി കഴിഞ്ഞു. യാതൊരു പ്രശ്നമില്ലാതെ നമ്മൾ ട്രെയിൻ യാത്രയിലോ ബസ് യാത്രയിലോ ഒക്കെ യൂസ്ഫുള്ളായിട്ട് കൊണ്ടുപോകാം. ഇപ്പോൾ കോട്ടൻ്റെ മെറ്റീരിയലാണ് ഞാനിത് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെറ്റീരിയൽ എടുക്കാം കേട്ടോ. ട്രാൻസ്പെറൻറ്റ് അല്ലാത്തതാണല്ലോ നമ്മളിതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. അപ്പം ഇത് മീറ്റർ റേറ്റ് എനിക്ക് ഓർമ്മയില്ല, പക്ഷെ നല്ലൊരു മെറ്റീരിയലാണ്, കംഫർട്ടബിളാണ്. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു 1.25 മീറ്റർ മെറ്റീരിയൽ മാത്രം മതി കേട്ടോ. ഞാൻ ഇതിൽ നിന്ന് ചെറിയ 2 പീസ് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് നീളത്തിലുള്ള കയർ കൊടുക്കാൻ വേണ്ടിയിട്ട്. ബാക്കിയുള്ളത് മെറ്റീരിയൽ, അതായത് നീളവും വീതിയും കണക്കാക്കി എടുക്കുക. 44 ഇഞ്ചുള്ള വീതിയാണ് ഇതിന് വരുന്നത്. എന്നിട്ട് അതിന് വീതിക്കും നീളത്തിലും മടക്കിയിട്ട് നമ്മൾ കഴുത്തിന് ചുറ്റുമുള്ള റൗണ്ട് ഒരു 22 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ തുണി ഞാൻ ഇതിനെ 4 ആക്കിയിട്ടാണല്ലോ മടക്കിയിട്ടുള്ളത്. വീതിയിലും നീളത്തിലും മടക്കി 4 ലെയറായിട്ടാണ്. ഇത് നോക്കിയാൽ മനസ്സിലാവും, 4 ലെയർ ഉണ്ട് തുണി. അപ്പോൾ അങ്ങനെ മടക്കിയത് കൊണ്ട് ഞാനിതിനെ 6.28 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ 3.5 റേഡിയസ് കിട്ടുന്നത്. ഇനി നിങ്ങൾക്ക് തുണി ഇത്രയൊന്നുമില്ല, 1/2 മീറ്റർ തുണി കൊണ്ട് ചെറുതായിട്ടാണ് ചെയ്യണമെന്ന് വെച്ചാൽ 1/2 മീറ്റർ തുണിയുള്ളൂ എന്ന് വെച്ചാൽ നമുക്ക് ഈ റൗണ്ട് തന്നെ കിട്ടും വേണം. പക്ഷെ അതിൻ്റെ ലെങ്ത്ത് കുറഞ്ഞു കേട്ടോ. അപ്പം 3.14 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പം നമ്മളിപ്പം 4 ലെയറാണ് ചെയ്യുന്നത്, അതുകൊണ്ട് 6.28 കൊണ്ടാണ് ഇതിനെ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 4 ആക്കി മടക്കി ആ ഒരു മടക്ക് വശത്ത് നിന്ന് എല്ലാ ഭാഗത്തേക്കും എനിക്ക് കിട്ടിയ 3 ആ ഒരു അളവുണ്ടല്ലോ, ആ അളവിലാണ് നമ്മളിത് ചെയ്യുന്നത്. അത് എത്രയാണോ നിങ്ങൾക്ക് കിട്ടുന്നത് അതിനനുസരിച്ചിട്ട്. കഴുത്തിന് ഏകദേശം എല്ലാ ആൾക്കും ഈ ഒരു അളവ് തന്നെ മതി കേട്ടോ. ഇനി ഇതിപ്പോൾ 44 ഇഞ്ച് വീതിയുള്ള തുണിയിലാണ് ചെയ്യുന്നത്. നല്ല വണ്ണമുണ്ട് ഈ ഉപയോഗിക്കേണ്ട അമ്മ എന്ന് വെച്ചാൽ 60 ഇഞ്ചുള്ള വീതി തുണിയിലെടുത്താൽ കുറേ കൂടി വട്ടം കിട്ടും. അപ്പം ആ അളവ് നമ്മളിങ്ങനെ റൗണ്ടിൽ പിടിച്ച് കഴിയുമ്പോൾ എനിക്ക് 6 ഇഞ്ചാണ് കിട്ടുന്നത്. അപ്പം 4 ലെയറിലും 6 ഇഞ്ച് എന്ന് പറയുമ്പം 24 ആ റൗണ്ട് കിട്ടുക. അപ്പം നമുക്ക് 22 മതിയല്ലോ. അപ്പോൾ ആവശ്യത്തിന് ഉള്ള റൗണ്ട് നമുക്ക് ഓൾറെഡി കിട്ടും. മനസ്സിലായില്ലേ? അതിനി കുറച്ച് കൂട്ടണമെങ്കിൽ കൂട്ടാം, കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം വട്ടം കേട്ടോ. ഞാനിപ്പോൾ ഈ കറക്റ്റിൽ തന്നെയാണ് എടുക്കുന്നത്. ഈ 3.5 എനിക്ക് കിട്ടിയ ആ അളവ് തന്നെയാണ് എടുക്കുന്നുള്ളൂ. അവിടെ നിന്ന് താഴോട്ടേക്ക് പിന്നെ നമുക്ക് ഇതിൻ്റെ ഫുൾ ലെങ്ത്ത് ഞാൻ എടുക്കുന്നുണ്ട്. ഫുൾ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ ആ ഒരു പോയിൻ്റില്ലേ, നമ്മൾ ഈ ഭാഗത്തേക്ക് ഫുള്ളായിട്ട് വരുന്നത് എല്ലാ സൈഡിലേക്ക് നമ്മൾ അംബ്രല കട്ട് ചെയ്യുന്ന അതേ സംഗതി തന്നെയാണ് ഇത് ചെയ്യുന്നത്, വേറൊരു വ്യത്യാസമില്ല. കോർണർ ആ പോയിന്റിൽ നിന്ന് എല്ലാ ഭാഗത്തേക്കും നമ്മൾ ഈ നീളം അടയാളപ്പെടുത്തുക. അപ്പം ഇങ്ങനെ വരുന്ന സമയത്ത് ഈ ഒരു സൈഡിലാണ് കുറച്ച് തുണി വേസ്റ്റായിട്ട് പോകുന്നുള്ളൂ. ആ തുണി നമുക്ക് ക്രോസ് പീസിന് എടുക്കുകയും ചെയ്യും. ഇങ്ങനത്തെ എല്ലാ ഭാഗത്തും അടയാളപ്പെടുത്തി. ഇത് നല്ല ഉപകാരമാണ് കേട്ടോ. പല സ്ഥലങ്ങളിൽ നമ്മളിപ്പം മാളുകളിലൊക്കെ പോയിട്ട് ഫീഡിങ് റൂം ഉണ്ടെങ്കിലും ചിലപ്പോൾ നമുക്കത് ഫ്രീ ആയിട്ട് കിട്ടില്ല. ആ സമയത്ത് ഇത് നമ്മളെ കയ്യിലുണ്ടെങ്കിൽ സുഖമാണ്, ബാഗിലിട്ട് കൊണ്ട് നടക്കാനും സുഖമാണല്ലോ. അപ്പോൾ ഇത് ഇങ്ങനെ മാർക്ക് ചെയ്ത് ഈ ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ആദ്യം മേലത്തെ നെക്കിൻ്റെ ഭാഗം കട്ട് ചെയ്തു, അത് കഴിഞ്ഞിട്ട് ഈ താഴെ ഭാഗം കട്ട് ചെയ്തു. ആ താഴെ ഭാഗം കട്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം ഈ കോർണറിൽ കണ്ടില്ലേ, ഇങ്ങനെ ഇത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കാണ് ഈ വരുന്ന ഭാഗമാണ്, ഈ പുറത്തേക്കുള്ള ഭാഗം നമുക്ക് വേസ്റ്റായിട്ട് വരുന്നുണ്ട്. ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് കഴുത്തിന് കൊടുക്കാനുള്ള ക്രോസ് പീസും ചെയ്യാം. പിന്നെ ഒരു എക്സ്ട്രാ തുണിയുടെ ആവശ്യം വരുന്നില്ല. ഇപ്പോൾ ഇത് കണ്ടില്ല, ഫുൾ റൗണ്ടാണ്. ഈ ഫുൾ റൗണ്ട് വന്നത് കൊണ്ടാണ് നമ്മൾ അതിനെ 6.28 കൊണ്ട് ഡിവൈഡ് ചെയ്തത്.
ഈ വട്ടം ഉണ്ടല്ലോ, ഉള്ളിലുള്ള ഈ വട്ടം നമുക്ക് കഴുത്തിന് ചുറ്റും കറക്റ്റിലായിരിക്കും. ആ കറക്റ്റ് തന്നെ ആക്കാൻ നോക്കുക കേട്ടോ. കാരണം നമുക്ക് അധികം വട്ടം കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യമുണ്ടല്ലോ, നമ്മൾ മറച്ചുകൊണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ ഇത് ചെയ്യുന്നത്. അത് വട്ടം കൂടിക്കഴിഞ്ഞാൽ ആ മറവ് കുറഞ്ഞു പോകും. താഴോട്ടേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ ഫീഡ് ചെയ്യുമ്പോൾ കാണും. ഇതിൻ്റെ ഒരു വശം മാത്രം നമ്മളൊന്ന് ഓപ്പൺ ആക്കി കൊടുക്കുക. ഇനി ഓപ്പൺ ആക്കാതെ പിന്നെ വീതിയുള്ള തുണി, 60 ഇഞ്ച് വീതിയുള്ള തുണിയാണ്, കുറച്ചും കൂടി വട്ടത്തിൽ എടുത്തതിന് ശേഷം അവിടെ എലാസ്റ്റിക് കൊടുത്തിട്ട് പാവാട പോലെ, അതായത് അമ്പർല പാവാട പോലെ ചെയ്ത് കഴുത്തിലേക്ക് കൂടി അങ്ങനെ ഇട്ടിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഞാനിത് കുറച്ചും കൂടി പിന്നെ എല്ലാവർക്കും ചെയ്യാനുള്ള സൗകര്യം എന്നുള്ള നിലക്കാണ് ഇങ്ങനെ ചെയ്തത്. ഈ റൗണ്ടിന് ചുറ്റും നമ്മൾ ക്രോസ് പീസാണ് കൊടുക്കുന്നത്, കഴുത്തിന് ചുറ്റും. അത് ലാസ്റ്റ് നമുക്ക് കൊടുക്കാം. അതിന് മുമ്പ് പിന്നെ വേറെ കൊടുക്കാനുള്ള കയറാണ് കൊടുക്കുന്നത്. ആദ്യം നമ്മൾ ഈ വേസ്റ്റ് ഭാഗത്ത് നിന്ന് ക്രോസ് പീസ് കട്ട് ചെയ്ത് മാറ്റി വെക്കാം. ക്രോസ് പീസ് നിങ്ങൾക്ക് 1.5 ഇഞ്ചോ 2 ഇഞ്ചോ വീതിയിൽ ക്രോസ് പീസുകൾ കട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇത് 2 ഇഞ്ച് വീതിയിൽ ഇങ്ങനെയുള്ള ഇവിടെ നിന്ന് 4 ലെയറിലും ഇങ്ങനെ പീസ് എടുക്കുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ക്രോസ് പീസ് അവിടെ നിന്ന് കിട്ടും കേട്ടോ. ഇത് കട്ട് ചെയ്ത് ഇത് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്തിട്ട് സെയിൽ വരെ ചെയ്യാം. കാരണം കോട്ടൻ്റെ മെറ്റീരിയൽ ആകുമ്പോൾ നമുക്ക് പിന്നെ അധികം റേറ്റൊന്നും വരുന്നില്ല. പക്ഷെ ഇത് റെഡിമെയ്ഡ് വാങ്ങാൻ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. പിന്നെ മെറ്റീരിയലിലും വ്യത്യാസങ്ങളുണ്ടാവും. ചില ഇതിൽ പിന്നെ നമ്മൾ സ്പണ്ണ് പോലുള്ള നല്ല തിക്ക് മെറ്റീരിയൽ ചെയ്യാറുണ്ട്. പക്ഷെ കുറച്ചും കൂടി കുട്ടികൾക്ക് സൗകര്യം കോട്ടണിലായിരിക്കും, ഒരു ബ്രീത്തബിളായിരിക്കും. കുട്ടികൾ അതിൻ്റെ ഉള്ളിലായിരിക്കുമല്ലോ ഉണ്ടാവുക, പാവകൾ. ഇതേപോലെ ക്രോസ് പീസ് ചെയ്ത് ഇതങ്ങോട്ട് മാറ്റി വെക്കുക. എന്നിട്ട് ഇതുകളെ തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കുക. ക്രോസ് പീസുകൾ തമ്മിൽ ജോയിൻ ചെയ്ത് നീളത്തിലാക്കിയതിന് ശേഷം നമ്മൾ നെക്കിൽ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ക്രോസ് പീസുകൾ ജോയിൻ ചെയ്യുന്നത് രണ്ടിൻ്റെയും നല്ല വശം തമ്മിൽ ഈ ഒരു രീതിക്ക്, ഒന്നിൻ്റെ നീളമുള്ള വശം നീളം കുറഞ്ഞ വശം ഇങ്ങനെ വെച്ചിട്ട് ഇതിലേക്ക് കൂടി 1/4 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഇത് കംപ്ലീറ്റ് ക്രോസ് പീസിൻ്റെ പീസുകൾ കുഞ്ഞു നീളം കുറഞ്ഞതാണല്ലോ, അതുകൾ കംപ്ലീറ്റ് ഞാൻ ആദ്യം ജോയിൻ ചെയ്തെടുത്ത് എന്നിട്ടാണ് പിന്നെ അത് നെക്കിലേക്ക് വെച്ച് കൊടുക്കുന്നത്. അത് നെക്കിൽ വെക്കുന്നതിന് മുമ്പായിട്ട് അതിന് താഴോട്ടേക്ക് കൊടുക്കുന്ന 2 പീസും രണ്ട് കയറുകളും ഞാൻ ആദ്യം വെച്ച് കൊടുത്തിട്ടാണ് കേട്ടോ ക്രോസ് പീസ് വെക്കുന്നത്. അതിൻ്റെ കാരണം ഞാൻ ആ ഭാഗത്ത് എത്തുമ്പോൾ പറഞ്ഞുതരാം. ഇത് ക്രോസ് പീസുകൾ കംപ്ലീറ്റ് ഇങ്ങനെ ജോയിൻ ചെയ്ത് നല്ല നീളത്തിൽ ആവശ്യത്തിനനുസരിച്ചിട്ട് കിട്ടിയിട്ടുണ്ട് എനിക്ക്. ഇങ്ങനത്തെ ആപ്രൺ ചെയ്യുമ്പോൾ നമ്മൾ കോട്ടൺ തന്നെ ഉപയോഗിക്കാം. ഇതൊക്കെ വെച്ചാൽ കുട്ടികൾ പാല് കുടിച്ച് കഴിയുമ്പോഴേക്ക് നന്നായിട്ട് വിയർക്കും. അപ്പോൾ നമ്മൾ മെറ്റീരിയൽ പോളിസ്റ്റർ പോലത്തുള്ളതൊക്കെ ആവുമ്പം അതിലേക്കേറെ കുട്ടികൾക്ക് വിയർപ്പ് കൂടുകയും ചെയ്യുക, അത് ശ്രദ്ധിക്കണേ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതിന് കുറച്ച് മാറ്റി വെച്ചിരുന്നു. അതുകൊണ്ട് നീളത്തിൽ പിന്നെ ക്രോസ് അല്ല, സാധാരണ തന്നെ ഒരു പീസ് കയറിന് കട്ട് ചെയ്തെടുത്തതാണ്. ഇനി നമ്മൾ ഈ ഓപ്പൺ ചെയ്ത ഭാഗത്ത് കയറ് വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ 3 പോയിൻ്റ് അടയാളപ്പെടുത്തണം. ആ ഏറ്റവും കഴുത്തിൻ്റെ അവിടെ ആ ക്രോസ് പീസ് കൊണ്ട് കെട്ടുവരും. പിന്നെ അവിടെ നിന്ന് താഴോട്ടേക്കൊരു പോയിൻറ്റ്, പിന്നെ താഴോട്ടേക്കൊരു പോയിൻറ്റ്. നമ്മൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. എത്ര ഗ്യാപ്പ് വേണമെന്നുള്ളത്, ഇനി 2 കയറ് പോരാ 3 4 കയറ് വേണമെന്ന് വെച്ചാൽ അങ്ങനെയൊക്കെ ചെയ്യാം. ഞാനിപ്പോൾ 2 എണ്ണേ കൊടുക്കുന്നുള്ളൂ. ഇതിന് നല്ല വശമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. നല്ല വശത്തേക്കാണ് നമ്മളൊന്ന് മടക്കുന്നത്. സാധാരണ നമ്മൾ മടക്കി തയ്ക്കുമ്പോൾ ചീത്ത വശത്തേക്ക് മടക്കിയിട്ടില്ല തയ്ക്കുക. പക്ഷേ ഇതിൽ നമ്മൾ നല്ല വശത്തേക്കാണ് മടക്കി തയ്ക്കുന്നത്. ആ മടക്കി തയ്ക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ അടയാളപ്പെടുത്തിയ പോയിൻറ്റിൽ നമ്മൾ കയറ് വേണ്ട സ്ഥലത്ത് കയറ് ഇങ്ങനെ വെച്ചിട്ട് അവിടെയാണൊന്ന് മടക്കി തയ്ക്കുന്നത്. ആ മടക്കി തയ്ക്കലും കയറ് വെക്കലും ഒരൊറ്റ സ്റ്റിച്ചിൽ അങ്ങോട്ടേക്ക് നടക്കുകയാണ്. കണ്ടില്ലേ? ഇതിലേക്ക് കൂടി ഇങ്ങനെ കറക്റ്റായിട്ട് അങ്ങോട്ടേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. മേലെ നിന്ന് തുടങ്ങി അപ്പം ഇവിടെ ഒരു കയറ് വന്നു, താഴത്തെ രണ്ടാമത്തെ നമ്മൾ വിചാരിച്ച പോയിൻറ്റിലും ഒരു കയറ് കൊടുത്തു. ചീത്ത വശത്തേക്ക് ഇനി ഇതിങ്ങോട്ടേക്ക് മറിച്ച് തയ്ക്കുമ്പോൾ നല്ല വൃത്തിയായി ആ തയ്യൽ തുമ്പൊന്നും കാണാത്ത രൂപത്തിലുള്ള, എന്നാൽ കയർ അവിടെ ഫിക്സ് ആയിട്ടുള്ള രൂപത്തിൽ വന്ന് അത് 2 പതിച്ച് തയ്ക്കൽ. ഒന്ന് ഈ അറ്റത്തും നമ്മൾ സ്ലിറ്റിനൊക്കെ തയ്ക്കണ പോലെ 2 സ്റ്റിച്ചായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഒതുങ്ങി നിന്ന് കയർ അതിൻ്റെ ഉള്ളിൽ 2-3 സ്റ്റിച്ചായിട്ട് വന്നും ചെയ്ത്. കണ്ടില്ലേ? ഈ ഒരു വശത്ത്, ഈ കഴുത്തിൻ്റെ വശത്ത് ക്രോസ് പൈപ്പിങ്ങിലാണ് നമ്മൾ കൊടുക്കുന്നത്. ഈ 2 സൈഡിലും
ആദ്യം ഈ സംഗതികൾ ചെയ്യുക. താഴത്ത് വരുന്ന 2 കയറും കൊടുത്തതിന് ശേഷം നമുക്ക് കഴുത്തിനുള്ള പീസ് കൊടുക്കാം. കാര്യങ്ങളൊക്കെ ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലേ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ ചോദിക്കാം കേട്ടോ. ഇതിന് ചുറ്റുമാണ് നമ്മളിനി ക്രോസ് പീസ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ഇതിപ്പം കണ്ടില്ലേ, ഇങ്ങനെ ആക്കി കഴിയുമ്പം ഇങ്ങനെ മാത്രം കൊടുത്തിട്ട് അവിടെ വേണമെങ്കിൽ ലേസ് മാത്രം കൊടുക്കാം, അതുകൊണ്ട് കയറ് കൊടുക്കാം. ഈ കൊടുക്കുന്ന കയറിനൊക്കെ പകരം വൈറ്റ് ലേസോ ഇങ്ങനെ അല്ലാത്ത ഷേപ്പിലുള്ള കയറോ ഒക്കെ കൊടുക്കാം കേട്ടോ. ഇനി കഴുത്തിൻ്റെ കറക്റ്റ് സെൻറ്റർ പോയിൻ്റ് ഒന്ന് അടയാളപ്പെടുത്തി, അതേപോലെ ഈ പൈപ്പിങ്ങിൻ്റെ കറക്റ്റ് സെൻറ്റർ പോയിൻറ്റും അടയാളപ്പെടുത്തി അത് തമ്മിൽ യോജിപ്പിച്ച് ആദ്യം വെക്കുക. എന്നാൽ 2 സൈഡിലേക്കും ഒരേ നീളത്തിൽ നമുക്ക് കയറിനെ കിട്ടും. എന്നിട്ട് അവിടെ നമ്മൾ പിന്ന് കുത്തി കൊടുക്കുക. കറക്റ്റ് സെൻറ്റർ മനസ്സിലായാലേ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുമ്പോൾ എല്ലാം 2 സൈഡിലും ഒരേ നീളത്തിൽ കയറാവേണ്ടത്. അങ്ങനെ ഒരറ്റത്തു നിന്ന് തുടങ്ങിയിട്ട് അല്ല നടുവിൽ നിന്ന് തുടങ്ങി 2 സൈഡിലേക്ക് ആക്കിയാലും കുഴപ്പമില്ല. എന്നിട്ട് ഇതിവിടെ വെച്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കട്ട് ചെയ്ത് കൊടുക്കുക. തയ്യൽ തുമ്പുകൾ കട്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ കഴുത്തിന് പീസ് ഡ്രസ്സിന് വെച്ച് ചെയ്യൂല അതേപോലെ തന്നെ. അപ്പോൾ ചീത്ത വശത്ത് വെച്ചിട്ടാണ് നമ്മൾ ആദ്യം ഈ പീസ് അവിടെ വെച്ച് സ്റ്റിച്ച് ചെയ്തത്. ഇനി അതിനെ ഒന്ന് മടക്കിയിട്ട് നല്ല വശത്തേക്ക് വെച്ച് തയ്ക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ഫിനിഷിങ് ഉണ്ടാവും നല്ല വശം കേട്ടോ. ആദ്യം ചീത്ത വശത്ത് വെച്ചിട്ട് തയ്ക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കറക്റ്റിലാക്കി മടക്കുക. ഈ ക്രോസ് പീസിൻ്റെ വീതി എല്ലാത്തിനും ഒരേപോലെ തന്നെ ആയാലും ഇങ്ങനെ വൃത്തിയിൽ കിട്ടുകയുള്ളൂ കേട്ടോ. ഇനി ഇവിടെ വെച്ചിട്ട് നമ്മൾ ആ തയ്ച്ചില്ലേ അടിയിലൊരു സ്റ്റിച്ച് ഉണ്ടല്ലോ അതുമേലെ കൂടി തന്നെ സാവധാനം തയ്യൽ വിട്ടു പോകാതെ കറക്റ്റാക്കിയിട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ കണ്ട ഈ ഒരു ഫിനിഷിങ്ങിൽ നമുക്കത് കിട്ടും. ഇനി ഇത്ര വീതിക്ക് വേണ്ടാന്നുള്ളവർക്ക് വീതി കുറയ്ക്കാം. മനസ്സിലായില്ലേ? ഈ അറ്റം വരെ അങ്ങനെ ചെയ്യുക. ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങി ഒരറ്റത്തു നിന്ന് തുടങ്ങി ഇപ്പുറത്തെ അറ്റം വരെ കഴുത്തിൻ്റെത് ചെയ്യുക. അപ്പോൾ ബാക്കിയുള്ളതിന് അതേപോലെ മടക്കിയിട്ട് കണ്ട ഇവിടെ എത്തുമ്പോഴത് കാണിച്ചു തരാം. അതാ ഇവിടെ ഇങ്ങനെ മടക്കിയിട്ട് അറ്റം വരെ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ക്രോസ് പീസ് കഴുത്തിൽ ഫിക്സായി, അതോടൊപ്പം അത് കയറുമായിട്ട് വന്ന്. വീതി കുറച്ചിട്ട് ചെയ്യേണ്ടവർക്ക് വീതി കുറച്ചിട്ട് ചെയ്യാം കേട്ടോ. ഞാൻ വീഡിയോയിലൊക്കെ കാണുമ്പോൾ കുറച്ച് വീതിക്കുള്ളതേ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ. താഴത്തെ കയറ് വേണമെങ്കിൽ നമുക്ക് ഉരുട്ടി അടിക്കുന്ന ടൈപ്പുള്ള കയറാക്കാം. ഇനി ഇതിൻ്റെ അറ്റം മടക്കി അടിക്കുകയാണ് വേണ്ടത്. 1/4 ഇഞ്ചിൽ ഒരു ലെയർ കംപ്ലീറ്റ് ആയിട്ട് മടക്കി അടിച്ചിട്ട് രണ്ടാമത് ഒന്നുകൂടി മടക്കി അടിച്ചാൽ അത് ഫിനിഷായി. തുടക്കക്കാർ അങ്ങനെ 2 തവണയായിട്ട് അടിക്കുക. അല്ലാത്തവർക്ക് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് 2 ലെയറും 2 മടക്കും ഒരേ സമയത്ത് തന്നെ ചെയ്യാൻ പറ്റും. ഇനി ഞാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ മേലെ ഒരു വൈറ്റ് ലേസ് കൊടുക്കുന്നുണ്ട്. കാരണം ഇത് വൈറ്റ് സ്റ്റാറും ഡോട്ട്സും ഒക്കെ ആണല്ലോ ഇതിൽ വരുന്ന പ്രിൻ്റ്. അപ്പോൾ ഒരു ഭംഗിയാണല്ലോ കാണാൻ. നമ്മൾ ഇട്ടിട്ടാകുമ്പം ഒരു ഭംഗി ഉണ്ടാകുന്നത് നല്ലതല്ലേ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ലേസും ഇതിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അധികം വീതിക്ക് ഇനിയിപ്പോൾ നീളം കുറവുണ്ടായിട്ട് വീതിക്കുള്ള ലേസ് കൊടുക്കണം, അങ്ങനെയും കൊടുക്കാം. അല്ലെങ്കിൽ ഫ്രില്ല് വൈറ്റ് തുണി കൊണ്ട് ഫ്രില്ലാക്കി കൊടുക്കാം. അങ്ങനെ പലതരം മോഡലും നിങ്ങൾക്ക് ഇതിലേക്ക് മാറ്റാം കേട്ടോ. ഈ കുട്ടികളെ തൊട്ടിൽ ഒക്കെ സെയിൽ ചെയ്യുന്ന ആളുകൾക്ക് ഇതുകൂടി അതിൻ്റെ കൂടെ ചെയ്ത് കൊടുത്താൽ നല്ല ഡിമാൻഡ് ഉണ്ടാവുന്ന ഒരു സാധനമാണ്. കണ്ട കയറ് ഈ ലേസ് കംപ്ലീറ്റ് അതിൽ വെച്ച് കൊടുത്ത് ഇങ്ങനെ 3 കെട്ടായിട്ടാണ് വരിക. ഇത് നമ്മൾ കെട്ടുമ്പം കഴുത്തിലിട്ട് ഫ്രണ്ടിൽ വെച്ച് നമ്മൾ മാറിൻ്റെ അവിടെ തന്നെ വെച്ച് കെട്ടിയതിന് ശേഷം ഇങ്ങോട്ട് ഷോൾഡറിലേക്ക് തിരിച്ചിട്ടിട്ട് വാവനെ ഫീഡ് ചെയ്യുക. അപ്പോൾ എന്താ വെച്ചാൽ അവിടെ ആ ഓപ്പണിങ് മാറിൻ്റെ അവിടെ വരില്ല, വാവ അതിൻ്റെ ഉള്ളിൽ സേഫാവും, നമുക്ക് സമാധാനത്തോടു കൂടി ഫീഡ് ചെയ്യാം. ആ ഒരു ഉദ്ദേശത്തിലാണ് ഇത് ചെയ്യുന്നത് നമ്മൾ. അപ്പോൾ നല്ല കംഫർട്ടബിളായിട്ട് ചെയ്യാൻ പറ്റും, എളുപ്പത്തിലും ചെയ്യാൻ പറ്റും. അംബ്രല്ല കട്ടാണ്, ഒരു പേടിയും പേടിക്കാനില്ല. അതിൻ്റെ കാൽക്കുലേഷൻ അതായത് 4 ഫോൾഡിൽ 2 ഫോൾഡിൽ വരുന്ന കാൽക്കുലേഷൻ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. കഴുത്തിൻ്റെ വട്ടം ഏകദേശം എല്ലാവർക്കും ഇതേപോലെ തന്നെ മതി കേട്ടോ. ഇതിൻ്റെ നീളം അതായത് ഈ ഷോൾഡറിലേക്ക് ഇപ്പം ഈ ഷോൾഡറിൽ നിന്ന് കൈയിൻ്റെ അവിടേക്ക് വരുന്ന ആ നീളമല്ലേ, അതിലുള്ള വ്യത്യാസം മാത്രമേ തടിയുള്ള ആളുകൾക്കും മെലിഞ്ഞ ആളുകൾക്കും വ്യത്യാസമുള്ളൂ. ഏകദേശം ഇതെല്ലാവർക്കും പാകമാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയെന്നും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നും വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്തോളി, ഞാൻ പറഞ്ഞു തരാം. ഇത് ബിസിനസ്സാക്കി ചെയ്യുന്നവർക്കൊക്കെ
ക്ലിയറായിട്ട് മനസ്സിലാവേണ്ടി വരുമല്ലോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. മെറ്റീരിയൽ നമുക്കിത് സിൽക്കിലൊക്കെ ചെയ്യണമെങ്കിൽ ചെയ്യാട്ടോ, പക്ഷേ ഏറ്റവും കംഫർട്ടബിൾ കോട്ടൺ തന്നെ ആയിരിക്കും. കാരണം ഇനിയിപ്പോൾ ഇപ്പം പാല് പുറത്ത് വരികയൊക്കെ ചെയ്തിട്ട് നമുക്ക് കോട്ടൺ ക്ലോത്ത് ആയതുകൊണ്ട് അതുകൊണ്ട് ഒപ്പിയെടുക്കാനൊക്കെ പറ്റും. നല്ല പ്രിൻ്റുള്ള തുണികളൊക്കെ നോക്കി സെലക്ട് ചെയ്താൽ നല്ലൊരു ഐറ്റം ആയിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.